ഹലോ, ഇന്നൊരു ഫാബ്രിക് പെയിൻറ്റിങ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഒരു ഫാബ്രിക് പെയിൻറ്റിങ് വീഡിയോ ട്യൂട്ടോറിയൽ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നൊരു ബേർഡിനെ പെയിൻറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഇതിൽ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ട്രിക്സും ടിപ്സൊക്കെ പറഞ്ഞുതരാം. ഒരുപാട് പേര് പല രീതിയിലും ഡൗട്ട്സ് ചോദിച്ചിരുന്നു. എന്തായാലും എല്ലാം ഞാൻ പാർട്ടായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ബേർഡിനെ എങ്ങനെ കളർ ചെയ്യാം, എങ്ങനെ അതിൻ്റെ കളർ കോമ്പിനേഷൻ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ തന്നെ പകുതി ഡൗട്ട്സ് തീരും. എന്നാലും ഞാൻ വേറെ വീഡിയോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതിലെന്നെ പകുതി കാര്യങ്ങൾ പറഞ്ഞു പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ യെല്ലോ കാർബൺ പേപ്പർ വേണം. പിന്നെ നമ്മളൊരു പിക്ചർ ഞാൻ പേപ്പറിൽ വരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രിൻറ്റ് എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളത് ട്രേസ് എടുക്കാൻ പോവുകയാണ്. ട്രേസ് എടുക്കാമെന്ന് പറയുമ്പോൾ ആ മഞ്ഞ ഭാഗം തുണിയിലോട്ട് ആക്കിയിട്ട് വേണം നമ്മൾ മേലെ മറ്റേ പ്രിൻറ്റ് വെച്ചിട്ട് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ട്രേസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് വേണം വരയ്ക്കാൻ. ഒരുപാട് പേര് അങ്ങനത്തെ ഡൗട്ട്സൊക്കെ ചോദിച്ചിരുന്നു. ഒരു കോമ്പറ്റീഷൻ ലെവലിലുള്ള ഡൗട്ടാണ് കൂടുതൽ ചോദിക്കണേ കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനത്തെ രീതിയിലുള്ള വീഡിയോസ് ഞാൻ ചെയ്യാം. അപ്പോൾ നമ്മളിത് ട്രേസ് എടുക്കണം കേട്ടോ ഫസ്റ്റ്. അപ്പോൾ ട്രേസ് എടുക്കുകയാണ്. ട്രേസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ട്രേസ് ചെയ്യുമ്പോൾ തന്നെ എല്ലാം ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. വീഡിയോയിൽ അത്ര കാണുന്നുണ്ടാവില്ല, പക്ഷേ ഈ ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ. ഇനി റിങ് വെച്ച് കൊടുക്കണം. ഇങ്ങനത്തെ റിങ് പല സൈസിലും കിട്ടും കേട്ടോ. റിങ്ങിൻ്റെ ഡൗട്ട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. ഞാനിപ്പോൾ ഈ റിങ്ങാണ് യൂസ് ചെയ്യണത്. സൈസ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. മാക്സിമം വലിയ റിങ്ങൊക്കെ എടുക്കുക. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ചെയ്യാമല്ലോ. ഇനി കളർ ചെയ്യാൻ പോവുകയാണ്. ഞാൻ അത് ലീഫിനാട്ടോ ചെയ്യണത്. സാബ് ഗ്രീനും ലൈറ്റ് ഗ്രീനും പിന്നെ യമൻ യെല്ലോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഗ്രീനൊക്കെയാണ് യൂസ് ചെയ്യണത്. യമൻ യെല്ലോ അടിക്കുന്നുണ്ട്. പിന്നെ സൈഡിൽ ഇങ്ങനെ ലൈറ്റ് ഗ്രീൻ അടിക്കുന്നുണ്ട്. പിന്നെ ഡാർക്ക്, ലൈറ്റിൽ നിന്ന് ഡാർക്ക് ആ ഒരു ടോണാണ് ചെയ്യണത്. പല രീതിയിലും ലീഫ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ഓരോ ലീഫ് ചെയ്യുമ്പോൾ ഓരോ രീതിയിലാണ് ചെയ്യണത്. എനിക്ക് കറക്റ്റായിട്ടൊരു ലീഫ് എങ്ങനെ ചെയ്യുന്ന വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ ചെയ്യണ ലീഫൊക്കെ ഭംഗിയുണ്ടാവും കേട്ടോ. പല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. അപ്പം ഞാനിപ്പോൾ ഈ ഒരു പെയിൻറ്റിങ്ങിൽ ഇങ്ങനെയാണ് ചെയ്യണത് കേട്ടോ. ഫസ്റ്റ് സാബിൻ വെച്ച് ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ യമൻ യെല്ലോ കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട്. പല രീതിയിലും ലീഫ് ചെയ്യാം കേട്ടോ. വീഡിയോയിൽ കാണുന്ന രീതിയിൽ ചെയ്ത് നോക്കുക. ലീഫൊക്കെ ഒരുവിധം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഫ്ലവേഴ്സ് ആട്ടോ ചെയ്യണത്. അപ്പോൾ ഫസ്റ്റ് വൈറ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന രീതിയിൽ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഔട്ടറിൽ റെഡ് അടിച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കൂടെ ബ്ലെൻഡ് ചെയ്യാണ് ചെയ്യണത് കേട്ടോ. പിന്നെ കുറച്ച് ഇന്ത്യൻ റെഡ് എന്ന് പറഞ്ഞൊരു കളർ ഉണ്ട് കേട്ടോ. അതൊരു ബ്രൗൺ പോലെ ഇരിക്കും. പക്ഷേ അങ്ങനത്തെ ഒരു പേര് അതാണ്. അത് നോക്കി നോക്കാം കേട്ടോ. ആ ഒരു കളറ് കിട്ടാനും പാടാണ് കേട്ടോ. ഞാൻ നാളെ പോയപ്പോൾ കിട്ടിയപ്പോൾ മേടിച്ചു എന്നേ ഉള്ളൂ. ഓറഞ്ചോ ബ്രൗണൊക്കെ മിക്സ് ചെയ്ത് അടിച്ചാലും മതി. ഞാൻ ആ ഒരു ഷെയ്ഡ് അടിച്ചപ്പോഴാണ് ആ ഒരു ഫ്ലവറിന് കുറച്ച് ഭംഗി തോന്നിയത്. ഡാർക്കർ ഏരിയാസിലൊക്കെ ഞാൻ ആ ഒരു കളർ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ത്യൻ റെഡ് എന്നായിരുന്നു പേര്. അപ്പോൾ അതും അല്ലെങ്കിൽ നമ്മുടെ സാധാരണ റെഡിൽ കുറച്ച് ബ്രൗണൊക്കെ മിക്സ് ചെയ്തിട്ടായാലും ആ ഒരു ഷെയ്ഡ് കിട്ടും കേട്ടോ. കണ്ടോ, ബ്ലെൻഡ് ചെയ്യുമ്പോൾ വേറെ ഒരു ഷെയ്ഡായിട്ട് കിട്ടണത്. അപ്പോൾ ഓറഞ്ച് പോലെ തോന്നും, പക്ഷേ ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. അപ്പോൾ ചില ഭാഗത്ത് നല്ല ഡാർക്ക് ചെയ്യുക, പിന്നെ കുറച്ച് ലൈറ്റ് ചെയ്യുക. ലൈറ്റ് ആകാൻ വേണ്ടി കുറച്ച് വൈറ്റ് മിക്സ് ചെയ്ത് അടിക്കുക കേട്ടോ. അങ്ങനെയൊക്കെ കൂടി ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്ലവർ ചെയ്യണത്. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് കേട്ടോ. പല രീതിയിലും കളർ കോംബോ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കളർ കോംബോ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണത്. മുമ്പ് അങ്ങനെ ഈ ഒരു കളർ കോംബോയിൽ ചെയ്ത് നോക്കിയിട്ടില്ല അത്രയ്ക്കും. അപ്പോൾ ഈ ഒരു കളർ കോംബോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഒറിജിനാലിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുന്ന രീതിയിൽ ചെയ്താലാണ് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. എനിക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണ് അത് ഷെയ്ഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്കും ഐഡിയ ഇല്ല. പറഞ്ഞത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അതാണ് ഇങ്ങനെ പറയണത്.
ഒരുവിധം ഫ്ലവേഴ്സ് എല്ലാം പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബേർഡ് പെയിൻറ്റ് ചെയ്യാം കേട്ടോ. വൈറ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗോൾഡൻ യെല്ലോ ആണ് കേട്ടോ യൂസ് ചെയ്യണത്. എല്ലായിടത്തും ഡാർക്ക് ചെയ്തിട്ടല്ല ഗോൾഡൻ യെല്ലോ കൊടുക്കണത്. ചിലയിടത്ത് വൈറ്റ് മിക്സ് ചെയ്ത് ലൈറ്റായിട്ടും യെല്ലോ കൊടുക്കുന്നുണ്ട്. പിന്നെ ഓറഞ്ചും യെല്ലോ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ബേർഡ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞാൻ പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാവണമെന്ന് എനിക്കറിയില്ല. എന്നാലും വീഡിയോ കണ്ടിട്ട് ചെയ്യണത് കുറച്ചുകൂടി എളുപ്പം. ഒരു വട്ടം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി ആ കളർ കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാവും കേട്ടോ. ഞാൻ തന്നെ ഒരു റെഫറൻസ് നോക്കിയിട്ടാണ് ചെയ്യണത്. എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല ഇങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷനെ പറ്റിയിട്ട്. നല്ല ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കണ്ടോ. ലാസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു കളർ കോമ്പോ വരെ എത്തിയിട്ടുണ്ട്. ലൈറ്റ് ചെയ്ത് ഡാർക്ക് ചെയ്ത് അങ്ങനെ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ചില പോർഷനിലൊക്കെ ഡാർക്കായിട്ട് ബ്രൗണോ അങ്ങനെയൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് എടുത്ത് നിൽക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്. മെയിനായിട്ട് യെല്ലോ ആ ഒരു കോമ്പോ തന്നെയാണ് ഉള്ളത് കേട്ടോ, ആ ഒരു ബേർഡിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ. ചിറകിൻ്റെ ഭാഗമാട്ടോ ഇനി പെയിൻറ്റ് ചെയ്യണത്. വൈറ്റ് കൊടുക്കുക, പിന്നെ ലൈറ്റ് ബ്ലൂ തന്നെ ഒന്നും കൂടി വൈറ്റ് മിക്സ് ചെയ്ത് ലൈറ്റ് ആക്കിയിട്ട് അവിടെ ഇവിടെയും കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗ്രേയും കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ലൈറ്റ് ബ്ലൂ തന്നെ ഒന്നുകൂടി ഡാർക്കൻ ചെയ്യാൻ വേണ്ടി വീണ്ടും അടിക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് വീണ്ടും വൈറ്റ് മിക്സ് ചെയ്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഭംഗി പോയി കിട്ടും കേട്ടോ. അതാണ് കുറച്ചുകൂടി വൈറ്റ് മിക്സ് ചെയ്ത് അടിക്കും ലാസ്റ്റ്. ഇങ്ങനെ നോക്കുമ്പോൾ ഡാർക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അടിവശത്ത് നമ്മൾ ഫുള്ള് വൈറ്റും കുറച്ച് ബ്ലൂവും കൂടി മിക്സ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ തന്നെ ഈ ഹൈലൈറ്റിങ് പോർഷനിൽ ഈ ഗ്രേ കളറാണ് കൊടുക്കുന്നത്. അത് ബ്ലാക്കും വൈറ്റും കൂടിയിട്ട് നല്ല ലൈറ്റായിട്ടുള്ള ഗ്രേ അങ്ങനെ കൊടുത്താൽ ഭംഗിയുണ്ട്. ഭയങ്കര ഡാർക്ക് ആക്കാൻ പാടില്ല. എന്നാലും ഒരു മീഡിയം ആയിട്ടുള്ളൊരു ഗ്രേ എടുത്തിട്ടാണ് ഇങ്ങനെ കൊടുക്കണം കണ്ടോ, ആ ഷേഡോ പോലെ. അങ്ങനെ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ബ്ലൂ ഒക്കെ അവിടെ ഇവിടെയൊക്കെ മിക്സ് ചെയ്യാം കേട്ടോ. ബ്ലൂവും കുറച്ച് മിക്സ് ചെയ്തിട്ട് അടിക്കുകയാണെങ്കിൽ ആ ഒരു കോംബോ നന്നായിട്ട് ബ്ലെൻഡായി പൊക്കോളും. വശത്ത് ബ്ലൂ അടിച്ചപ്പോൾ കുറച്ചുകൂടി ഡാർക്കായി പോയി. എന്നാലും ഈ ഗ്രേ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കുറച്ചുകൂടി വൈറ്റൊക്കെ മിക്സ് ചെയ്യുമ്പോൾ എല്ലാം നല്ല നോർമലായിട്ട് കിട്ടും കേട്ടോ. ഗ്രേ ആണ് അടിവശത്ത് കൂടുതൽ കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ വൈറ്റ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണമുണ്ട് കേട്ടോ. പിന്നെ ഇടയിലൊക്കെ കുറച്ച് ബ്ലാക്ക് അടിച്ചിട്ട് ഒരുപാട് എടുക്കരുത്, കുറച്ച് ബ്ലാക്ക് എടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചില പോർഷനിലൊക്കെ കുറച്ചുകൂടി ഡാർക്കനായിട്ട് ഫീൽ ചെയ്തോളും. കണ്ടോ, വീഡിയോയിൽ ചെയ്യുന്ന രീതിയിൽ ചെയ്ത് നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. കണ്ടോ, ഞാൻ കുറച്ച് ബ്രൗണും ബ്ലാക്കും ഒക്കെ അവിടെ ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രൗൺ വെച്ചിട്ട് കണ്ടോ ആ ലൈൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ആ ഒരു കിളിക്കൊരു ലൈഫ് വന്ന ലുക്ക് ഉണ്ടല്ലേ, അപ്പോൾ അങ്ങനെ കൊടുക്കുക. പിന്നെ കാലിൻ്റെ അവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു കോമ്പോയിലാണ് ചെയ്തിരിക്കുന്നത്. പല രീതിയിലും ചെയ്യാം കേട്ടോ ബേർഡ്, പല കളർ കോമ്പിനേഷനും ഉണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു മരത്തിൻ്റെ ആ ഒരു കൊമ്പില്ലേ അത് ചെയ്യണം. അത് ശരിക്കും ഇങ്ങനെയൊന്നുമല്ല, കുറച്ചും കൂടി വേറെ രീതിയിലൊക്കെ ചെയ്യാം. ഞാൻ കുറച്ച് ഡാർക്ക് ബ്രൗൺ എടുത്ത് പിന്നെ അതിൻ്റെ കൂടെ യെല്ലോയും ഓറഞ്ചൊക്കെ മിക്സ് ചെയ്തിട്ടൊരു കളർ കോംബോ ഒക്കെ ചെയ്യാം കേട്ടോ. ഞാനിത് അത്രയും കണ്ട് ശരിയായില്ലേ, കൊമ്പ് ഇങ്ങനെയൊന്നുമല്ല കേട്ടോ ശരിക്കും അടിക്കുക, പല രീതിയിലും ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അത്രയും ആ ഒരു ബേർഡിൻ്റെ ആ ഒരു ഒറിജിനാലിറ്റി ആ കൊമ്പിന് കിട്ടിയില്ല. ഞാൻ വെറുതെ പെയിൻ്റ് അടിച്ച ആ ഒരു ലുക്കാണ് ആ കൊമ്പിന് എത്തിച്ചിരിക്കുന്നത്. എന്നാലും നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഓറഞ്ചും യെല്ലോ ഒക്കെ മിക്സ് ചെയ്ത് അടിക്കുക കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ആ ഭംഗി കിട്ടും. ഓൾറെഡി എൻ്റെ സൗണ്ടൊക്കെ കുറച്ച് പോയിരിക്കുകയാണ് കേട്ടോ, അതാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണത്. അപ്പോൾ ഒത്തിരി സൗണ്ട് വന്നപ്പോൾ ഞാനിന്ന് റെക്കോർഡ് ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഓൾമോസ്റ്റ് അല്ല മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്ന് ഡാർക്ക് കളേഴ്സൊക്കെ എടുത്ത് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ പെയിൻറ്റിങ് ഇഷ്ടം എന്തായാലും പറയണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്